ഈ ഡൽഹി യാത്ര നേരത്തെ പ്ലാനിലുണ്ടായിരുന്നില്ലല്ലോ. ഡൽഹി ഉണ്ടായിരുന്നു, ഉദയേട്ടനോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. 6 മുതൽ 6 വരെ ഹർത്താല്. അതുകൊണ്ടാണ് നിന്നോട് ഇത്തിരി നേരത്തെ വരാൻ പറഞ്ഞത്. പോലീസിനെ ഒന്ന് അറിയിക്കായിരുന്നു. ഹേയ്, ഈ പോക്ക് പോലീസ് അറിയേണ്ട കാര്യമില്ല. സാറിന് വേണ്ടിയല്ല, തിരിച്ചു വരുമ്പോ ഞങ്ങൾക്കൊരു പ്രൊട്ടക്ഷന് വേണ്ടിയാ. അതെ, ആരെങ്കിലും ചോദിച്ചാലേ എന്റെ പേര് പറഞ്ഞാൽ മതി. MLA യുടെ വണ്ടിയൊക്കെ ആര് തടയാനാ? അല്ല പിന്നെ മറ്റവന്റെ വണ്ടിയാ, എന്ത് പറഞ്ഞാലും പെടണം. മരണം വരെയും സമരം ചെയ്യും. ഞങ്ങളുടെ ഓമന വിക്രമനെ വണ്ടി എവിടെ പോകാൻ പറ്റില്ല. MLA യുടെ വണ്ടിയാ. MLA ആയാലും മന്ത്രി ആയാലും വണ്ടി തിരിച്ചു വിട്ടി. ഒരു വിലയില്ല കേട്ടോ. ഞങ്ങളുടെ ഓമന വിക്രമനെ ഞാൻ പറയട്ടെ, 2 പേര് തമ്മിലുള്ള വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിലാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളത്. അതിന് പൊതുജനത്തെ ഉപദ്രവിക്കരുത്. സാർ രാവിലെ കോട്ടിട്ടോന്ന് ക്ലാസ് ഇറങ്ങിക്കല്ലേ? നിങ്ങളുടെ പാർട്ടി ഇഷ്ടംപോലെ ഹർത്താൽ നടത്തുന്നതല്ല. അന്നേരം കാർ കൂടി ഞങ്ങൾ വന്നാലാ? അതിനൊക്കെ കാറുണ്ടോ? തർക്കിച്ച് നിൽക്കാൻ സമയമില്ല, എനിക്ക് എയർപോർട്ടിൽ എത്തണം. വേറെ എവിടെയാണെങ്കിലും ഞങ്ങൾ വിട്ടേനെ, പക്ഷെ എയർപോർട്ട് അത് ഞങ്ങൾ സമ്മതിക്കില്ല. വിമാനത്തിന്റെ പേരിലാ ഞങ്ങളുടെ വിക്രമൻ ചേട്ടൻ രക്തസാക്ഷിയായി. നിന്നെ വെട്ടും കട്ടായം. എന്തായി? എന്തായാലും സംഗതി കലക്കി. ഇത് ആരുടെ ഐഡിയ? ഇതൊരു ശീലാക്കരുത്, യജമാനോട് പറയണം, ഇല്ലെങ്കിൽ എന്റെ പണി പോകും. പഠിപ്പിച്ച സാറാണ് നോക്കൂല, കണ്ണിട്ട് ഊത്തി ഞാൻ അമ്മയും കൊണ്ട് ആശുപത്രി പോണോ? കുതിരപ്പുറത്ത് കയറിയിട്ട് സാറിന് പേടിയുണ്ടോ? പേടിയുണ്ടായിരുന്നെങ്കിൽ തന്നെ വീട്ടിൽ കയറ്റും. ഹർത്താലുകാരി ചമ്മിപ്പോയിട്ടോ. ഞാൻ വന്നത് സാറിന് വലിയ ഉപകാരമായില്ലേ? എല്ലാം കൊണ്ടും. സാറേ, ഈ കാണുന്ന പീഡിയ ആസിഫ് അലി എന്ന് പറഞ്ഞ വലിയൊരു കാശുകാരൻ്റെയാ. യൂസഫ് അലി ആണോ? ഓഹോ, പീഡിയെ കുതിരോട് പറയണോ ഇവരോട് പറയണോ? ഈ ഒതന്നെ ചെന്നൂടെ എങ്ങോട്ടാ? ഞങ്ങളുടെ നാട്ടിലൊരു വാൾപ്പയറ്റ് കിടന്നു, അതുകൊണ്ട് ഇന്ന് അവിടെ ഹർത്താലാ, പ്രാദേശിക ഹർത്താല്. കുതിരയൊന്നും ഇതിനകത്ത് പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. എന്റെ സുഹൃത്തെ, സമയങ്ങളെല്ലാം ഫ്ലൈറ്റ് മിസ്സാവും. നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ഒരു വണ്ടി ഇതിനകത്ത് കയറ്റാൻ പറ്റത്തില്ല, നടക്കത്തില്ല, ഒക്കത്തില്ല. സാറേ, നമുക്ക് ഇതിനെ കൊണ്ട് ഡൽഹിക്ക് പോയാലോ? വേണ്ട വേണ്ട. എന്തിനാ കാശ് കൊടുക്കണേ? ഇത് പൊക്കണ്ടേ? വേണ്ടെന്നേ, ഇത് പൊക്കാതെ തന്നെ കുതിര ചാടി കിടക്കും, കാണണോ? വേണ്ടതൊന്നും ചേട്ടാ. ചേട്ടാ, ഇത് പിടിച്ചേ, തുറന്നേ. ആദ്യമേ തരായിരുന്നല്ലോ. കാലൊടിഞ്ഞ് കിടക്കാനായിട്ട് കണ്ട പൊങ്ങി കണ്ടോ? കൈക്കൂലി കൊടുക്കണം, തെറ്റല്ലേ? വാങ്ങുന്നതാണ് തെറ്റ്. ഞാൻ ആദ്യമായിട്ടാട്ടോ വിമാനത്താവളത്തില്. ഞാൻ കുതിരപ്പുറത്ത് ആദ്യമായിട്ടാ വിമാനത്താവളം. ഈ വിമാനം ഓടിക്കണ പൈൽസിനൊക്കെ നല്ല സുഖല്ലേ? പൈൽസ് അല്ല, പൈലറ്റ്. നിർത്താൻ വേണ്ടിട്ടാട്ടോ. ഇറങ്ങാം. താങ്ക് യു. അപ്പൊ മറ്റന്നാ കാണാം, ഇൻഷാ അല്ലാഹ്. പൂണൂലും കൊന്തയും ഒക്കെ ഉണ്ടല്ലോ. ശരിക്കും താനേ ഏതാ? നമുക്കെല്ലാം ഒന്നല്ലേ സാറേ? അതെ, നമ്മളിപ്പോ ലവ് ടു ആ. അതല്ല, തോറ്റ് നിക്കുവാന്ന്. എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ. കരയിൽ ഏറ്റവും വലിയ കണ്ണു കുതിരയ്ക്ക്. അതൊക്കെ എനിക്കറിയാം. ഇനി ഒട്ടകത്തിന്റെ കൂടെ ഒരു സെൽഫി എടുക്കണം. കഴിഞ്ഞ ആഴ്ച ഹസ്ബൻഡ് സിംഹത്തിന്റെ കൂടെയുള്ള സെൽഫി എടുത്താ എനിക്ക് അയച്ചു തന്നത്. അങ്ങനെ ഒന്ന് ഞെട്ടിക്കണം. സിംഹത്തിന്റെ കൂടെ ഫോട്ടോ എടുത്ത പുള്ളിക്കാരൻ പിന്നെ വിളിച്ചാർന്നോ? ഹീസ് അഡ്വഞ്ചറസ്. അത് പുള്ളി
വിളിച്ചു നോക്കട്ടെ.